കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകഗതിയെ തന്നെ മാറ്റിമറിച്ച സംഭവം ഏതെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ട, അതുവരെയും ലോകം കണ്ടിട്ടില്ലാത്ത ആയുധങ്ങൾ പ്രയോഗിക്കപ്പെട്ട രണ്ടാം ലോക മഹായുദ്ധം. ആ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനമാകട്ടെ കൂടുതൽ ഭീകരവുമായിരുന്നു. ആണവായുധം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ഹിരോഷിമയിലും നാഗാസാക്കിയിലും അത് അമേരിക്ക ബോംബായി വർഷിച്ചപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് നഗരവും മനുഷ്യരും ഒക്കെ നാമാവിശേഷമായി. അതോടെ ജപ്പാന് നിരുപാധികം കീഴടങ്ങേണ്ടിയും വന്നു. ലോകം തന്നെ ചുട്ടുചാമ്പലാക്കാൻ ശേഷിയുള്ള അണുബോംബിൻ്റെ ആദ്യ പ്രയോഗമായിരുന്നു അന്ന് ജപ്പാനിൽ കണ്ടത്. അമേരിക്കയുടെ രഹസ്യമായ മാൻഹാട്ടൻ പ്രൊജക്റ്റിൽ സൃഷ്ടിക്കപ്പെട്ട, അതുവരെയും ലോകം കാണാത്ത ഏറ്റവും വലിയ ആയുധം. ട്രിനിറ്റി എന്നു പേര് നൽകപ്പെട്ട അണുബോംബിൻ്റെ ആദ്യ പരീക്ഷണം കണ്ടുകൊണ്ട് ആറ്റം ബോംബിൻ്റെ സൃഷ്ടാവായ ഓപ്പൻഹാമർ ഒരു കാര്യം പറയുകയുണ്ടായി. അതിനായി അദ്ദേഹം ഉദ്ധരിച്ചതാകട്ടെ ഭഗവത്ഗീതയുമായിരുന്നു. മഹാവിഷ്ണു അർജുനനോട് ധർമ്മം ചെയ്യാൻ പറയുന്ന സമയത്ത് മഹാവിഷ്ണു പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ മരണമായി തീർന്നിരിക്കുന്നു, ഈ ലോകത്തിൻ്റെ അന്തകനെന്ന്. ലോകം കണ്ട ഏറ്റവും വലിയ ആയുധം സൃഷ്ടിച്ച, അമേരിക്കയെ ലോകനായകനാക്കിയ, എന്നാൽ അതേ ആയുധം കാരണം ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്ന, അമേരിക്കക്കാർ തന്നെ രാജ്യദ്രോഹി എന്ന് വിളിച്ച, ആറ്റം ബോംബിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റോബർട്ട് ഓപ്പൺഹാമറുടെ ജീവിത കഥയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. 1904 ഏപ്രിൽ 22 ന്യൂയോർക്കിലാണ് അമ്മ എല്ലയുടെയും അച്ഛൻ ജൂലിയസ് ഓപ്പൺഹാമറുടെയും മകനായിട്ട് കുഞ്ഞ് ഓപ്പൺഹാമർ ജനിക്കുന്നത്. അച്ഛനായ ജൂലിയസ് ഓപ്പൺഹാമർ ഒരു ജൂത വംശജനായിരുന്നു. അച്ഛൻ തുണി വ്യവസായവുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ ധനികനായി മാറിയ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമൊന്നും ഓപ്പൺഹാമർക്ക് തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായില്ല. എപ്പോഴും വായനയോടും പഠിത്തത്തോടും താല്പര്യം കാണിച്ച ഓപ്പൺഹാമർ പ്രാഥമിക വിദ്യാഭ്യാസത്തിനൊക്കെ അപ്പുറം 1922 ഹാർവാർഡിലേക്ക് എത്തുകയുണ്ടായി. അവിടെ അദ്ദേഹം പഠിച്ചിരുന്നത് കെമിസ്ട്രി ആയിരുന്നു. എന്നാൽ ഇതിനിടയിൽ തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് ചെയ്തതിലൂടെ അദ്ദേഹം ഫിസിക്സിലേക്ക് ആകൃഷ്ടനായി. ഹാർവാർഡിലാകട്ടെ ചരിത്രവും സാഹിത്യവും മാത്തമാറ്റിക്സും ഒക്കെ അടക്കം പല വിഷയങ്ങളും പഠിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഇവയൊക്കെ കഴിഞ്ഞ് ഓപ്പൺഹാമർ പുറത്തിറങ്ങി. എന്നാൽ ഈ സമയം ഓപ്പൺഹാമർ ഫിസിക്സിനെ ഏറെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ കാവൻഡിഷ് ലബോറട്ടറിയിലേക്ക് എത്താനായി അദ്ദേഹം പല ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. നേരത്തെ ഹാർവാർഡിൽ തെർമോഡൈനാമിക്സ് പഠിപ്പിച്ച പേഴ്സി ബ്രിഡ്മാൻ്റെ റെക്കമെൻഡേഷൻ ലെറ്ററുമായാണ് ഓപ്പൺഹാമർ എല്ലായിടത്തും എത്തിയത്. പലരും എതിർത്തെങ്കിലും ഒടുവിൽ ജെ തോംസൺ എക്സ്പെരിമെൻ്റൽ ഫിസിക്സുമായി ബന്ധപ്പെട്ട് ഒരു കോഴ്സ് നൽകാൻ തയ്യാറായി. അങ്ങനെ ഓപ്പൺഹാമർ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങി. എന്നാൽ ഇവിടെ പ്രതീക്ഷിച്ച പോലൊരു സന്തോഷമൊന്നും ഓപ്പൺഹാമർക്ക് ലഭിക്കുകയുണ്ടായില്ല. താല്പര്യമില്ലായ്മയും കഠിനമായ ജോലിയുമൊക്കെ ഓപ്പൺഹാമറെ തളർത്തി. സ്വാഭാവികമായും അത് അദ്ദേഹത്തെ ഡിപ്രഷനിലേക്കും കൊണ്ടുചെന്നെത്തിച്ചു. ആ കാലത്ത് അദ്ദേഹം സഹോദരനും മറ്റും അയച്ച കത്തുകളിൽ നിന്നും ഇത് വ്യക്തവുമാണ്. തൻ്റെ അധ്യാപകനായ പാട്രിക് ബ്ലാക്കറ്റിനെ കൊല്ലാനായി ആപ്പിളിൽ വിഷം ചേർത്തൊരു കഥ അദ്ദേഹം പിൽക്കാലത്ത് വെളിപ്പെടുത്തുകയുണ്ടായി. ഏതായാലും അന്ന് ഓപ്പൺഹാമറുടെ കുടുംബമൊക്കെ ഇടപെട്ട ഈ പ്രശ്നം ഒഴിവാക്കുകയാണ് അത്രേ ഉണ്ടായത്. എന്നാൽ ഓപ്പൺഹാമറിന് പിന്നീട് നിരന്തരം തെറാപ്പിക്ക് കൊണ്ടുപോവേണ്ട ആവശ്യകതയുമൊക്കെ അവിടെ ഉയർന്നു വന്നിരുന്നു. അങ്ങനെ 1926 ഓപ്പൺഹാമർ കാംബ്രിഡ്ജ് വിടുകയും പിന്നീട് തിയററ്റിക്കൽ ഫിസിക്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. തിയററ്റിക്കൽ ഫിസിക്സിൽ ലോകപ്രശസ്തമായ ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഗോട്ടിങ്ങനിൽ പ്രശസ്തനായ മാക്സ് ബോണിന് കീഴിൽ പഠനവും ആരംഭിച്ചു. ഇവിടെയാകട്ടെ പിൽക്കാലത്ത് ലോകപ്രശസ്ത ശാസ്ത്രജ്ഞരായി മാറിയ എഡ്വേർഡ് ടെല്ലറും എൻറിക്യൂ ഫെർമി പോലുള്ള പലരും പഠനത്തിനായി ഒപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്പൺഹാമർ ഇവിടെ ഒരു സുഹൃത്ത് വലയം സൃഷ്ടിച്ചെടുക്കുകയും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പഠനങ്ങളിലും തേടലുകളിലുമൊക്കെ മുഴുകുകയും ചെയ്തു. 1927 തൻ്റെ 23-ാം വയസ്സിൽ ഡോക്ടറേറ്റ് നേടിക്കൊണ്ട് ഓപ്പൺഹാമർ പുറത്തിറങ്ങുകയുണ്ടായി. തുടർന്ന് അമേരിക്കയിൽ തിരിച്ചെത്തിയ ഓപ്പൺഹാമർ കാൽടെക് അഥവാ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ റിസർച്ച് ഫെലോ ആയി. തൊട്ടടുത്ത വർഷം ഹാർവാർഡിലും റിസർച്ച് ഫെലോ ആയി മാറുകയുണ്ടായി. 1929 അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി തുടങ്ങിയ ഓപ്പൺഹാമർ 1936 പ്രൊഫസറായി മാറുകയുണ്ടായി. മുഴുവൻ സമയവും ഫിസിക്സുമായി ബന്ധപ്പെട്ട തേടലുകളിൽ നിറഞ്ഞു നിന്നു ഓപ്പൺഹാമർ എന്ന് നിസ്സംശയം പറയാം. എന്നാൽ ഇതേ സമയം മറ്റൊരു കാര്യം കൂടി ലോകത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിൽ നാസി പാർട്ടി ജർമ്മനിയിൽ അധികാരത്തിലെത്തുകയും അവരൊരു വലിയ സൈനിക ശക്തിയാവുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. സ്വാഭാവികമായും ജർമ്മൻ ശാസ്ത്രജ്ഞർ ആറ്റം ബോംബ് നിർമ്മിക്കാനുള്ള ശ്രമങ്ങളിലുമായിരുന്നു.
ഇതിൻ്റെയൊക്കെ ബാക്കിപത്രമായി 1939 പോളണ്ട് അധിനിവേശവും അതിനപ്പുറം രണ്ടാം ലോക മഹായുദ്ധവും ആരംഭിച്ചു. യുദ്ധത്തിൻ്റെ ആദ്യകാല നാൾവഴികളിലെല്ലാം തന്നെ ജർമ്മനിക്കായിരുന്നു മുൻതൂക്കം. ആറ്റം ബോംബ് നിർമ്മിക്കാനായി വലിയ ശ്രമങ്ങളും ആ സമയം നടക്കുന്നുണ്ട്. ഇതേ സമയം അമേരിക്ക അടങ്ങുന്ന മറ്റു രാജ്യങ്ങളും വലിയൊരു ആയുധം എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്നുണ്ട്. അറ്റോമിക് ബോംബ് നിർമ്മിക്കാനായി അമേരിക്കയുടെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു ദ മാൻഹാട്ടൻ പ്രൊജക്റ്റ്. 1940കളിൽ തന്നെ പല രീതിയിൽ അമേരിക്ക ശ്രമിക്കുന്നുണ്ടെങ്കിലും 1942 ഒരു വലിയ സംഭവമുണ്ടായി. 1942 ജൂലൈയിൽ ഓപ്പൻഹൈമർ അറ്റോമിക് ബോംബ് നിർമ്മിക്കുന്നതിൻ്റെ സാധ്യതകളെപ്പറ്റി ഒരു കോൺഫറൻസ് നടത്തുകയുണ്ടായി. അവിടെ വച്ച് ന്യൂക്ലിയർ ഫിഷനെ പറ്റിയും ആറ്റം എങ്ങനെ വിഘടിപ്പിക്കാമെന്നതിനെപ്പറ്റിയും അതിലൂടെ അറ്റോമിക് ബോംബ് സൃഷ്ടിക്കുന്നതിനെപ്പറ്റിയുമൊക്കെ ഓപ്പൻഹൈമർ വിശദമായി തന്നെ പറയുകയുണ്ടായി. തീർന്നില്ല, അറ്റോമിക് ബോംബിൻ്റെ ഒരു ഡിസൈൻ കൂടെ അന്ന് ഓപ്പൻഹൈമർ കാണിക്കുകയുണ്ടായി. ഏവരും അമ്പരന്ന ഒരു ദിവസമായിരുന്നു അന്ന്. ഓപ്പൻഹൈമറുടെ അമൂല്യമായ അറിവ് അങ്ങനെ ഏവരും മനസ്സിലാക്കി തുടങ്ങി. അധികം താമസിയാതെ തന്നെ മാൻഹാട്ടൻ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഓപ്പൻഹൈമറെ തേടി അധികാരികൾ എത്തുകയുണ്ടായി. ഓപ്പൻഹൈമറുടെ ആശയങ്ങൾ ബോധ്യപ്പെട്ട അധികാരികൾ ആറ്റം ബോംബ് നിർമ്മിക്കാനുള്ള പദ്ധതിയുടെ നായകനായി ഓപ്പൻഹൈമറെ തന്നെ സ്വീകരിച്ചു. ആറ്റം ബോംബ് നിർമ്മിക്കാനായി രഹസ്യമായി ഒരു ലബോറട്ടറിയും നിർമ്മിക്കേണ്ടതുണ്ടായിരുന്നു. ഓപ്പൻഹൈമർ നിർദ്ദേശിച്ചത് ന്യൂ മെക്സിക്കോയിലെ ലോസ് അലാമോസ് ആയിരുന്നു. അങ്ങനെ ലോസ് അലാമോസ് ലബോറട്ടറി അല്ലെങ്കിൽ പ്രൊജക്റ്റുമായി സൃഷ്ടിക്കപ്പെട്ടു. അമേരിക്കയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ, കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് $2 ബില്യണിലധികം ഇതിനായി ചെലവഴിക്കുകയുമുണ്ടായി. ഓപ്പൻഹൈമറുടെ പ്രത്യേക മേൽനോട്ടത്തിൽ തന്നെ ആയിരക്കണക്കിന് പേർ അവിടെ ജോലിക്കെത്തി. അങ്ങനെ വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കപ്പെട്ടു. ആറ്റം ബോംബുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യ പരീക്ഷണമായി ഒരു പ്ലൂട്ടോണിയം ബോംബ് 1945 ജൂലൈ 16 ന്യൂ മെക്സിക്കോയിൽ ട്രിനിറ്റി എന്ന പേരിൽ പരീക്ഷിക്കപ്പെട്ടു. അത് വൻ വിജയമായി മാറി. കിലോമീറ്ററുകൾ അകലെ വരെ അതിൻ്റെ ശക്തി അറിഞ്ഞു. ശാസ്ത്രജ്ഞരിൽ പലരും ചിരിച്ചപ്പോൾ മറ്റു പലരും ലോകം തന്നെ ഇല്ലാതാക്കാൻ കഴിവുള്ള പുതിയ കണ്ടെത്തലിനെ ഓർത്ത് കരയാനും ആരംഭിച്ചു. അതിൽ നിർണായകമായി മാറിയ ആറ്റം ബോംബിൻ്റെ പിതാവായ ഓപ്പൻഹൈമർ തന്നെ പറഞ്ഞു വെച്ചു, ഞാനിനി മരണമാകുന്നു, ഈ ലോകത്തിൻ്റെ അന്തകനെന്ന്. ഏതായാലും അമേരിക്ക പരീക്ഷണത്തിൽ വിജയിക്കുകയും എതിരാളികൾക്ക് നേരെ ഉപയോഗിക്കാൻ സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്തു. അധികം താമസിച്ചില്ല. തൊട്ടടുത്ത മാസം 1945 ഓഗസ്റ്റ് 6 ജപ്പാന് മുകളിലൂടെ പറന്ന അമേരിക്കൻ വിമാനം ഹിരോഷിമ നഗരത്തിന് മുകളിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധം ആദ്യമായി പ്രയോഗിക്കുകയുണ്ടായി. നിമിഷങ്ങൾ കൊണ്ട് തന്നെ ആ നഗരം ഇല്ലാതായി. 150,000 മനുഷ്യർ നിമിഷങ്ങൾ കൊണ്ട് കത്തിക്കരിഞ്ഞു. അതിലും എത്രയോ അധികം പേർ അതിൻ്റെ പൊള്ളലുകളും റേഡിയേഷൻ ഇഫക്റ്റുമൊക്കെ കൊണ്ട് പിന്നീട് കൊല്ലപ്പെട്ടുകൊണ്ടേയിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു അറ്റോമിക് ബോംബ് കൂടെ ജപ്പാന് മുകളിലൂടെ പറക്കുകയുണ്ടായി. നാഗാസാക്കി നഗരത്തിലായിരുന്നു അന്നത് പതിച്ചത്. അവിടെയും ലക്ഷത്തോളം പേർ മരിക്കേണ്ടി വന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജപ്പാന് അമേരിക്കയ്ക്ക് മുന്നിൽ നിരുപാധികം കീഴടങ്ങേണ്ടിയും വന്നു. രണ്ടാം ലോക മഹായുദ്ധവും അതോടുകൂടി അവസാനിച്ചു. എന്നാൽ നഗരങ്ങൾ തന്നെ ഇല്ലാതാക്കിയ, ലക്ഷക്കണക്കിന് മനുഷ്യരെ ചാരമാക്കിയ, റേഡിയേഷൻ കാരണം ഓരോ മനുഷ്യരും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടിയും വന്നതോടെ ലോകം അറ്റോമിക് ബോംബ് എന്ന വിപത്തിനെ ഭയന്നു തുടങ്ങി. താൻ കാരണം സൃഷ്ടിക്കപ്പെട്ട വിപത്തിനെ ഓർത്ത് ഓപ്പൻഹൈമർ തന്നെ ആദ്യകാലങ്ങളിൽ വിഷമിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ന്യൂക്ലിയർ ആയുധങ്ങൾക്കായുള്ള തേടലുകളിലായി ലോകരാജ്യങ്ങളെല്ലാം തന്നെ. ഐക്യരാഷ്ട്രസഭയെപ്പോലെ തന്നെ ലോകരാജ്യങ്ങളെ ഉൾപ്പെടുത്തി ഒരു അറ്റോമിക് കമ്മീഷൻ സൃഷ്ടിക്കാൻ ഓപ്പൻഹൈമർ ഈ സമയം പരിശ്രമിച്ചു. ന്യൂക്ലിയർ ആയുധങ്ങൾ അധികമായാൽ അത് ലോകത്തിന് തന്നെ ആപത്ത് എന്ന തിരിച്ചറിയലിൽ നിന്നായിരുന്നു ഇത്. അങ്ങനെ അറ്റോമിക് എനർജി കമ്മീഷനൊക്കെ സൃഷ്ടിക്കപ്പെട്ടു. അമേരിക്കയുടെ ന്യൂക്ലിയർ പഠനങ്ങളിൽ നിർണായക സ്വാധീനമായി ഓപ്പൻഹൈമർ അപ്പോഴും നിലകൊള്ളുകയുണ്ടായി. എന്നാൽ കാര്യങ്ങൾ മാറി മറഞ്ഞത് അതിവേഗമായിരുന്നു. നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധത്തിനപ്പുറം ലോകം 2 ചേരികളായി മാറി. അതിൽ സോവിയറ്റ് യൂണിയൻ 1949 അറ്റോമിക് ബോംബ് സൃഷ്ടിക്കുകയുണ്ടായി. അമേരിക്ക കരുതിയതിലും നേരത്തെ ആയിരുന്നു ഇത്. അതോടെ അമേരിക്ക കൂടുതൽ ശക്തമായ ഒരു ആയുധം സൃഷ്ടിക്കാൻ ഒരുങ്ങി. അക്കാലത്ത് ദ സൂപ്പർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഹൈഡ്രജൻ ബോംബായിരുന്നു അന്ന് ലക്ഷ്യം. എന്നാൽ ഇതിനെ ഓപ്പൻഹൈമർ അങ്ങേയറ്റം എതിർക്കുകയുണ്ടായി. അതുവരെയും ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്ന ഓപ്പൻഹൈമർ അതോടുകൂടി എതിരാളികൾ രൂപപ്പെട്ടു. പ്രധാന വിഷയങ്ങളിൽ ഓപ്പൻഹൈമർ മാറ്റി നിർത്തപ്പെടാൻ തുടങ്ങി. പുതുമുഖങ്ങൾ വരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രസിഡന്റ് ട്രൂമാൻ
അഡ്വൈസറി കമ്മീഷനിൽ തുടരാനുള്ള അനുമതി പോലും ഓപ്പൺഹൈമർക്ക് നൽകുകയുണ്ടായില്ല. പക്ഷേ അപ്പോഴും ഓപ്പൺഹൈമറുടെ സ്വാധീനം അവിടെ നിലനിന്നു. അത് അന്ന് സൃഷ്ടിക്കപ്പെട്ട പല റിപ്പോർട്ടുകളിലും നമുക്ക് കാണാനുമാവും. ഏതായാലും അധികം താമസിയാതെ തന്നെ ഓപ്പൺഹൈമർ ഒരു കമ്മ്യൂണിസ്റ്റ് ചാരനാണെന്ന തലത്തിൽ മുദ്രകുത്തപ്പെടാൻ ആരംഭിച്ചു. ഹൈഡ്രജൻ ബോംബ് സൃഷ്ടിക്കപ്പെട്ടാൽ അമേരിക്കയെ വെല്ലാൻ ആരുമില്ലെന്നും എന്നാൽ അത് ഓപ്പൺഹൈമർ തടയുകയാണെന്നും കഥകൾ സൃഷ്ടിക്കപ്പെട്ടു. സോവിയറ്റ് യൂണിയൻ വളരെ നേരത്തെ തന്നെ 1949 ആണവായുധം സൃഷ്ടിക്കാൻ കാരണം ഓപ്പൺഹൈമറുടെ ഇടപെടലുകൾ കൂടിയാണെന്ന് വാർത്തകൾ നിറഞ്ഞു. അതിന് ബലമേകാനായി ഓപ്പൺഹൈമറുടെ പഴയകാല ജീവിതത്തെയും പഴയകാല കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളെപ്പറ്റിയും രാജ്യം മുഴുവൻ പറയാൻ ആരംഭിച്ചു. 1930കളിലും 40കളിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉള്ളവരുമായി ബന്ധം ഇപ്പോഴുമുണ്ടെന്നും അതിനാലാണ് ഹൈഡ്രജൻ ബോംബിന് സമ്മതിക്കാത്തത് എന്നും അതിനാൽ ഓപ്പൺഹൈമർ രാജ്യദ്രോഹിയാണെന്നും മുദ്രകുത്തപ്പെട്ടു. എന്നാൽ മാൻഹാട്ടൻ പ്രൊജക്റ്റിൻ്റെ സമയത്ത് ഇവയൊക്കെ പരിശോധിക്കപ്പെട്ടതാണെങ്കിലും അന്ന് അമേരിക്കയ്ക്ക് ഇദ്ദേഹത്തിൽ യാതൊരു പ്രശ്നവും കണ്ടെത്താനായില്ല. അതിനർത്ഥം 1953 അത് സൃഷ്ടിക്കപ്പെട്ടു എന്നതാണല്ലോ. അല്ലെങ്കിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ശീതയുദ്ധം ആരംഭിച്ച സമയത്ത് വിവരങ്ങൾ ചോരാനുള്ള ചെറിയ സാധ്യതകളെപ്പോലും അമേരിക്ക തടയാൻ ശ്രമിച്ചതുമാവാം. ഏതായാലും അമേരിക്കയിലെ പല ഉന്നതരും ഓപ്പൺഹൈമറെ സംശയിച്ചു എന്നത് സത്യമാണ്. പലരും ഓപ്പൺഹൈമർ സോവിയറ്റ് യൂണിയൻ്റെ ചാരനാണെന്ന് വരെ പറയുകയുണ്ടായി. ഒപ്പം ഓപ്പൺഹൈമറെ എതിർത്തവരും നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. സ്വാഭാവികമായും ഓപ്പൺഹൈമർക്ക് വിചാരണയ്ക്ക് ഹാജരാവേണ്ടി വന്നു. അറ്റോമിക് എനർജി കമ്മീഷന് മുന്നിൽ ഓപ്പൺഹൈമർ തൻ്റെ ആശയങ്ങളും ജീവിത കാഴ്ചപ്പാടുമൊക്കെ വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ തന്നെ ആരും സ്വാധീനിച്ചിട്ടില്ലെന്നും എന്നിലൂടെ ഒരു വിവരം പോലും പുറത്തു പോയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ വിധി ഓപ്പൺഹൈമർക്ക് എതിരായിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധം സൃഷ്ടിച്ച അമേരിക്കയിലെ ന്യൂക്ലിയർ ഫിസിക്സുമായി ബന്ധപ്പെട്ട ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞൻ ഒന്നുമല്ലാതാവുന്ന നിമിഷമാണ് അവിടെ വന്നെത്തിയത്. ഏതായാലും പിൽക്കാലത്ത് പുറത്തുവിടപ്പെട്ട അന്വേഷണ രേഖകളിൽ എവിടെയും തന്നെ കമ്മ്യൂണിസ്റ്റ് ബന്ധം സ്ഥാപിക്കുന്ന യാതൊന്നും തന്നെ ഓപ്പൺഹൈമർക്കെതിരെ കണ്ടെത്തിയിരുന്നില്ല. ഏതായാലും പിൽക്കാലത്ത് തൻ്റെ ഫിസിക്സ് തേടലുകളുമായി അദ്ദേഹം സ്വാഭാവികമായ ജീവിതം നയിച്ചു. 1962 ജോൺ എഫ് കെന്നഡി അദ്ദേഹത്തെ വീണ്ടും ക്ഷണിക്കുകയുണ്ടായി. നേരിട്ട് ഇടപെട്ടുകൊണ്ട് വിചാരണ ഒന്നുകൂടി നടത്താമെന്നറിയിച്ചെങ്കിലും ഓപ്പൺഹൈമർ അന്നത് നിരസിച്ചു. 1963 ഫെർമി അവാർഡ് നൽകിക്കൊണ്ട് അമേരിക്ക അദ്ദേഹത്തെ നീണ്ട കാലത്തിനപ്പുറം വീണ്ടും ആദരിച്ചു. അമേരിക്കയുടെ സമീപനത്തിൽ വലിയ മാറ്റങ്ങൾ അതോടുകൂടി സംഭവിച്ചിരുന്നു. 2 വർഷങ്ങൾക്കപ്പുറം 1965 ഓപ്പൺഹൈമർക്ക് ക്യാൻസർ സ്ഥിരീകരിക്കുകയും 1967 ഓപ്പൺഹൈമർ മരണപ്പെടുകയുമുണ്ടായി. എന്നാൽ അതും കഴിഞ്ഞ് 1994 മാത്രമാണ് ഓപ്പൺഹൈമർക്കും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലായിരുന്നു എന്ന നിലയിൽ ഓപ്പൺഹൈമർക്കെതിരെ ഉണ്ടായിരുന്ന സകല കുറ്റവും ഒഴിവാക്കപ്പെട്ടത്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും നിർണായക കാര്യം സൃഷ്ടിച്ച അമേരിക്കയെ ലോകത്തിൽ ഇന്നും അതിശക്തമായി നിലനിർത്തുന്ന അറ്റോമിക് ബോംബ് സൃഷ്ടിച്ച ഓപ്പൺഹൈമർ അത്രയും വലിയൊരു ചരിത്രം സൃഷ്ടിച്ചെങ്കിലും അത്രത്തോളം പ്രാധാന്യമില്ലാതെ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് അദ്ദേഹത്തിന് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു എന്നത് ഒരു ദുരന്ത ചരിത്രമായി ഈ ലോകത്ത് നിലനിൽക്കുന്നു.